തൃശൂരിൽ കെ മുരളീധരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ്. DCC ഓഫീസിലേക്കുള്ള വഴിയിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ഫ്ലക്സ് ബോർഡ് കെ മുരളീധരനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടാണ്. എന്നാൽ തൃശൂർ DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ MP ഇന്ന് ചുമതലയേൽക്കുകയും ചെയ്തു. മനോജ് ചേർന്നു വിവരങ്ങളുമായി. മനോജ്, ശ്രീകണ്ഠൻ MP ഇന്ന് അവിടെ ചാർജ് എടുക്കുന്നു. പക്ഷേ അപ്പോൾ കെ മുരളീധരനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട്, അതായത് തോൽവിക്ക് കാരണമായ ചിലതൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടുള്ളൊരു ഫ്ലക്സ് ബോർഡാണത്. എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും വീണ, വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഈ ശ്രീകണ്ഠൻ MP ഇന്ന് തൃശ്ശൂരിലെത്തി ചുമതല ഏൽക്കുന്നത്. ആ സമയത്താണ് ഈ തൃശ്ശൂർ DCC ഓഫീസിലേക്കുള്ള വഴിയിൽ ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ആദ്യമേ തന്നെ ഈ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിരന്തരമായി DCC ഓഫീസിന് മുൻവശത്തായി പോസ്റ്ററുകൾ മുരളീധരനെ അനുകൂലിച്ചും അതുപോലെ തന്നെ DCC നേതൃത്വത്തെ പ്രതികൂലിച്ചും ഒക്കെ നിരവധി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനു പിന്നാലെ സംഘർഷമുണ്ടാകുന്നു. ഈ DCC ഓഫീസിനുള്ളിൽ തന്നെ DCC പ്രസിഡന്റ് ആയിരുന്ന ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ ഈ കെ മുരളീധരന്റെ അനുയായിയായിട്ടുള്ള സജീവൻ കുരീച്ചറെ മർദ്ദിച്ചു എന്നുള്ള പരാതി, പിന്നീട് അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് പാർട്ടി തന്നെയാണ് ഈ DCC പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടതും. അതിനു പിന്നാലെയാണ് ഈ ജോസ് വള്ളൂർ അവിടെ നിന്നും രാജിവെച്ചുകൊണ്ട് ഈ ശ്രീകണ്ഠൻ MP പുതിയ ചുമതലയേൽക്കുന്നത്. എന്തായാലും ഈ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് ബോർഡിൽ ഈ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട മാപ്പ് എന്ന് പറഞ്ഞാണ് വാക്കുകൾ ഈ ഫ്ലക്സ് ബോർഡിലുള്ളത്. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. എന്തായാലും തൃശൂർ DCCയുടെ താൽക്കാലിക പ്രസിഡന്റായി ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP എത്തി ചുമതലയേറ്റിരിക്കുന്നു. ഉച്ചതിരിഞ്ഞ് 3-ന് ഈ നേതൃയോഗം നടക്കും. അതേസമയം തന്നെ പാർട്ടി നൽകിയ ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിർവഹിക്കുമെന്നും ഈ DCC ഓഫീസിൽ ഇനി പുകയുണ്ടാകില്ല എന്നും ഒക്കെയാണ് ഈ ശ്രീകണ്ഠൻ MP പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മറ്റ് നേതാക്കളും ഈ DCC ഓഫീസിലെത്തിയിരുന്നു. കയ്യാങ്കളി നടന്നതിന് പിന്നാലെ ജോസ് വള്ളൂരും അതോടൊപ്പം സജീവൻ കുരീച്ചറയും ഒക്കെ ഡൽഹിയിലെത്തി. അതോടൊപ്പം KPCC നേതൃത്വത്തിനെയൊക്കെ കണ്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നതും. എന്തായാലും MP ശ്രീകണ്ഠൻ ഈ തൃശ്ശൂരിലെത്തി K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചാണ് തുടക്കമിട്ടിരിക്കുന്നത്. തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാജയം പരിശോധിക്കും, അതിനുവേണ്ടി ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വിജയത്തിനായി പ്രവർത്തിക്കുമെന്നൊക്കെയാണ് ഇന്ന് ശ്രീകണ്ഠൻ MP പങ്കുവച്ച വാക്കുകൾ. എന്തായാലും ഈ ഒരു സമയവും, അതായത് പുതിയ ചുമതലയേൽക്കുവാൻ വേണ്ടി ശ്രീകണ്ഠൻ MP വരുമ്പോൾ തന്നെ അവിടെ ഈ ഫ്ലക്സ് ബോർഡും പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമാണ്. നിലവിൽ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒരു വിഭാഗം മുരളീധരനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ആ ഒരു വിചാരത്തിൽ തന്നെയാണ്. കാരണം തൃശ്ശൂരിലെ നേതൃത്വം ഈ മുരളീധരനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ള കാര്യം തന്നെയാണ് ഒരു കൂട്ടം പ്രവർത്തകർ ഇപ്പോഴും ആരോപിക്കുന്നത്. ഇതിൽ തന്നെയാണ് ഈ സജീവൻ കുരീച്ചറ എന്ന് പറയുന്ന വ്യക്തിയും DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ കുരീച്ചറയ്ക്ക് മർദ്ദനമേറ്റുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ തുടർക്കഥയായി പോസ്റ്ററുകളും ഫ്ലക്സുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുമ്പോഴും പുതിയ ചുമതല ഏറ്റെടുത്തുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ശരി മനോജ്.